ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ ഞാൻ യൂട്യൂബിൽ കുറേ ആയി ഓരോരോ എന്താ തിരക്കിലും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ പനിയായിരുന്നു, പനി വന്ന് ഭയങ്കര ടയേർഡൊക്കെ ആയിപ്പോയി. പിന്നെ അങ്ങനെ ഓരോരോ തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പം ഞാൻ എൻ്റെ മോനെ ദേവൻസിനെ പഠിപ്പിക്കാനിരുന്നാണ്. ഇപ്പോൾ 7 മണിക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഓരോന്നും വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ വെച്ചാൽ ഇതാ മലയാളം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ പത്രവാർത്ത ന്യൂസ് എഴുതാനുണ്ട്. അതായത് ന്യൂസ് എഴുതിയാൽ അവർക്ക് ന്യൂസ് വായിക്കുമ്പോൾ അവർക്ക് ഓരോന്നും മലയാള അക്ഷരം ചിഹ്നങ്ങളൊക്കെ തറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാ അവനിത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡയറിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 മണിക്ക് ഞങ്ങൾ ഇരുന്നാൽ ഒരു എന്തായാലും ഒരു 8:30 ഒരു 8:45 എന്തായാലും ആവണം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ന്യൂസ് എഴുതാനുണ്ട്. പിന്നെ വെച്ചാൽ ഓരോ ദിവസവും എടുക്കുന്ന, അതായത് ഇംഗ്ലീഷ് ആയാലും അതേപോലെ തന്നെ മാത്സ് ആയാലും അതേപോലെ തന്നെ മലയാളം ആയാലും ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ, അത് ഇംഗ്ലീഷിൽ ഓരോ ചാപ്റ്റർ ആയാലും അത് ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന ദിവസങ്ങൾ എന്ത് ചെയ്യണോ അത് അവർ വായിച്ചിട്ട് കൊടുക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ ഓരോ ദിവസം എടുക്കുന്നതും അങ്ങനെ മക്കളോട് വായിച്ചിടാൻ പറഞ്ഞാൽ അവർക്കത് എന്ത് ചെയ്യും, അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, അവർക്കത് മനസ്സിലാവും. ഇന്നത് ഇതാണ്, ഈ വാക്ക് ഇതാണെന്നുള്ളത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂസ് എന്ന് പറഞ്ഞാൽ പത്രവാർത്തയും അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വേഗം അതായത് ഫ്ലുവൻ്റായിട്ട് അവർക്ക് മലയാളമൊക്കെ വേഗം എന്ത് ചെയ്യും, സംസാരിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇംഗ്ലീഷും. എന്ന് വെച്ചാൽ മലയാളത്തെ പോലെ തന്നെയാണ് ഇംഗ്ലീഷ് നമ്മൾ അതിനെക്കൊണ്ട് ഭയങ്കര ടഫാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും നല്ല ബെറ്റർ ലാംഗ്വേജാണ്. അപ്പോൾ അവനിത് ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ ഇന്ന് എന്താണ് ഡയറിയിൽ എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അവൻ തന്നെ പറഞ്ഞു, അമ്മ ഇന്ന് നല്ല മഴയാണ്, അപ്പോൾ നമുക്ക് അത് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ പഠിത്തം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്.